ഹായ് നമസ്കാരം. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ISC പാക്കിൻ്റെ ലോക്ക് ചിപ്പ് എങ്ങനെ ചേഞ്ച് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ISC പാക്കിൻ്റെ ലോക്ക് ചിപ്പ്. ഇതൊരു IR ചിപ്പാണ്. നിങ്ങൾ റിയേജന്റ് സ്റ്റാറ്റസിൽ പോയിട്ട് അല്ലാതെ റിയേജന്റ് ലോഡ് ചെയ്താൽ ചില സാഹചര്യങ്ങളിൽ ലോക്ക് ചിപ്പ് ബ്രേക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ബ്രേക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. ഇൻ കേസ് അങ്ങനെ ബ്രേക്ക് ആയാലും നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ ചിപ്പ് ജസ്റ്റ് ഒന്ന് മാറ്റിയാൽ മതി. ഞാൻ ലോക്ക് ചിപ്പ് എങ്ങനെ റീപ്ലേസ് ചെയ്യുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വളരെ സിമ്പിളാണ്. നമുക്കൊരു മൈനസ് സ്ക്രൂ ഡ്രൈവർ എടുക്കാം. ഇതാണ് ISC പാക്ക് വരുന്നത്. ISC പാക്കിൻ്റെ ഈ സ്ക്രൂ ഡ്രൈവറിൽ ഇവിടെയാണ് ചിപ്പ് വരുന്നത്. ജസ്റ്റ് ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. അവിടെ ഗ്യാപ്പ് ഉണ്ടാക്കിയാൽ ജസ്റ്റ് ഒന്ന് ഇത് പ്രസ് ചെയ്യാം. പ്രസ് ചെയ്താൽ നമുക്ക് ISC പാക്ക് റിമൂവ് ചെയ്ത് കിട്ടും. റിമൂവ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഡയോഡ്, സെൻസറിങ് ഡയോഡ് ഉണ്ട്, അത് താഴെ വരുന്ന രീതിയിൽ ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ മതി. നമ്മൾ ISC പാക്കിൻ്റെ ചിപ്പ് ചേഞ്ച് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമുക്ക് ഈ ISC പാക്കിൻ്റെ ചിപ്പ് പോകാനുള്ള രണ്ട് സാഹചര്യങ്ങളാണ് നമ്മൾ ഫീൽഡിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തത്. അതിനകത്ത് ഒന്നാമത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ റിയേജന്റ് സ്റ്റാറ്റസിൽ പോയിട്ട് റിയേജന്റ് ലോഡ് ചെയ്യാതിരിക്കുമ്പോൾ ഉള്ള സാഹചര്യം. രണ്ടാമത് നമ്മൾ പ്രോപ്പർ ഷട്ട് ഡൗൺ ചെയ്യാതിരിക്കുമ്പോഴുമാണ് ചിപ്പ് പോകുന്നത്. പ്രോപ്പർ ഷട്ട് ഡൗൺ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കറണ്ട് പല സ്ഥലങ്ങളിലും കറണ്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മെഷീൻ ഓഫായി പോകും. അങ്ങനത്തെ സാഹചര്യങ്ങളിലും ഇത് ചിപ്പ് പോയി കണ്ടിട്ടുണ്ട്. ചിപ്പ് പോയാലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളെ സർവീസ് എഞ്ചിനീയേഴ്സിനെ കണക്ട് ചെയ്താൽ മതി. നമ്മളത് ഫ്രീ ഓഫ് കോസ്റ്റിൽ വന്ന് ചിപ്പ് ചേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. എന്ന് പറഞ്ഞാൽ വളരെ റെയർ കേസുകൾ മാത്രമേ ഉള്ളൂ. ഞാൻ എന്നാലും ജസ്റ്റ് നിങ്ങളെ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.